ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള റഷ്യ, അമേരിക്കയെ പോലും വിറപ്പിക്കുന്ന അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളും അത് എപ്പോൾ വേണമെങ്കിലും പ്രയോഗിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഉത്തര കൊറിയ, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് വളരുന്ന ചൈനയും ഇവർ ഒരു വേദിയിൽ ഒരുമിച്ച് നിൽക്കുന്നു. അതെ, അമേരിക്കയുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ട് ചൈനയും ഉത്തര കൊറിയയും റഷ്യയും ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷിയാകാൻ പോകുന്നത്. അമേരിക്ക ഫസ്റ്റ് എന്ന് പാടി നടന്നവരൊക്കെ അത് അവസാനിപ്പിച്ചോളൂ. കാരണം അമേരിക്കൻ വിരുദ്ധ ചേരിയിൽ അണിനിരക്കുന്നത് വമ്പന്മാരാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ കൂട്ടുകെട്ടിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് കമന്റ് ചെയ്യണേ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാന്റെ കീഴടങ്ങലിന്റെ 80ാം വാർഷികം ആഘോഷിക്കാൻ ചൈന തയ്യാറെടുക്കുമ്പോൾ ഈ ആഘോഷം കേവലം ഒരു ചരിത്രപരമായ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, 10,000കണക്കിന് സൈനികർ അണിനിരക്കുന്ന പരേഡും ലോക നേതാക്കളുടെ സാന്നിധ്യവും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക നയതന്ത്ര സ്വാധീനത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെയും ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെയും സാന്നിധ്യം ഈ ആഘോഷങ്ങൾക്ക് പുതിയൊരു രാഷ്ട്രീയ മാനമാണ് നൽകുന്നത്. ഈ മൂന്ന് രാജ്യങ്ങളുടെയും കൂട്ടുകെട്ട് ആഗോള രാഷ്ട്രീയത്തിലെ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കുമോ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ചൈന, റഷ്യ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതിന് വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. ഈ മൂന്ന് രാജ്യങ്ങളും പലപ്പോഴും പാശ്ചാത്യ ശക്തികളായ അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയവയുടെ നയങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാറുണ്ട്. സാമ്പത്തിക ഉപരോധങ്ങൾ, സൈനിക നീക്കങ്ങൾ, മനുഷ്യാവകാശ വിഷയങ്ങളിലെ വിമർശനങ്ങൾ എന്നിവയെല്ലാം ഈ രാജ്യങ്ങളെ ഒരുമിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളുമാണ്. ചൈനയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അമേരിക്കയുടെ ഇൻഡോ പസഫിക് തന്ത്രങ്ങൾക്കും തെക്കൻ ചൈന കടലിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിനും എതിരെയുള്ള ഒരു ബലമാണ് റഷ്യയുമായുള്ള ചൈനയുടെ ബന്ധം. റഷ്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും ഇറക്കുമതി ചെയ്യുന്നതിലൂടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും ചൈനയ്ക്ക് സാധിക്കുന്നുണ്ട്. റഷ്യയുടെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ സാമ്പത്തികമായി വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. ഈ സാഹചര്യത്തിൽ ചൈനയും ഉത്തര കൊറിയയും റഷ്യയ്ക്ക് നിർണായകമായ സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകുന്നുണ്ട്. ഇത് റഷ്യയെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനുള്ള പാശ്ചാത്യ ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇനി ഉത്തര കൊറിയയിലേക്ക് നോക്കുകയാണെങ്കിൽ ആണവായുധ പരിപാടികൾ കാരണം ഉത്തര കൊറിയ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ട ഒരു രാഷ്ട്രമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്, അല്ലേ? സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലുള്ള ഉത്തര കൊറിയയ്ക്ക് ചൈനയും റഷ്യയും നൽകുന്ന പിന്തുണ വളരെയേറെ നിർണായകമാണ്. ഇത് ഉത്തര കൊറിയയെ കൂടുതൽ ആണവ മിസൈൽ പരീക്ഷണങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകവുമാണ്. ഈ ത്രിരാഷ്ട്ര കൂട്ടുകെട്ട് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. സൈനിക സന്തുലിതാവസ്ഥയിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. അതായത് ചൈനയുടെയും റഷ്യയുടെയും സൈനിക ശക്തികൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു വലിയ വെല്ലുവിളിയായി മാറിയേക്കാം. ഉത്തര കൊറിയയുടെ ആണവായുധ ഭീഷണി കൂടി ചേരുമ്പോൾ ഏഷ്യൻ മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. നയതന്ത്ര കൂട്ടായ്മകളിലേക്ക് വരികയാണെങ്കിൽ ഈ രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ തീരുമാനങ്ങളെ തടസ്സപ്പെടുത്താൻ ഇവർക്ക് സാധിച്ചേക്കാം. ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ പുതിയൊരു നയതന്ത്ര ധ്രുവീകരണത്തിനും കാരണമാകും. സാമ്പത്തിക തന്ത്രങ്ങളുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ ചൈന, റഷ്യ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ഡോളറിന്റെ ആധിപത്യം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇത് ആഗോള സാമ്പത്തിക ഘടനയിൽ ഒരു പുതിയ മാറ്റത്തിന് തന്നെ തുടക്കം കുറിക്കും. ചൈനയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുന്ന ഈ ത്രിരാഷ്ട്ര കൂട്ടുകെട്ട് ആഗോള രാഷ്ട്രീയത്തിലെ പരമ്പരാഗതമായ ശക്തി സമവാക്യങ്ങളെ തിരുത്തി കുറിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇത് പുതിയൊരു ശീതയുദ്ധത്തിന് വഴി തെളിയിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. പാശ്ചാത്യ ശക്തികളും ത്രിരാഷ്ട്ര സഖ്യവും തമ്മിലുള്ള മത്സരങ്ങൾ അന്താരാഷ്ട്ര ബന്ധങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയും ലോക സമാധാനത്തിന് ഒരു പുതിയ വെല്ലുവിളിയും ഉയർത്തുകയും ചെയ്തേക്കാം. എങ്കിലും ഈ രാജ്യങ്ങൾക്കിടയിലുള്ള താൽപ്പര്യങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ സഹകരണം എത്രത്തോളം ദൃഢമായിരിക്കുമെന്നത് ഭാവിയിലെ സംഭവ വികാസങ്ങളെ ആശ്രയിച്ചാണ് നമുക്ക് പറയാനാവുക. ചൈന, റഷ്യ, ഉത്തര കൊറിയ കൂട്ടുകെട്ട് എങ്ങനെയാണ് അമേരിക്കയെയും അതുപോലെ പാശ്ചാത്യ ശക്തികളെയും ബാധിക്കുന്നത്? പ്രത്യേകിച്ച് അമേരിക്ക ഫസ്റ്റ് എന്ന നയവുമായി ട്രംപ് മുന്നോട്ട് പോകുന്ന ഈ അവസരത്തിൽ ഈ ത്രയങ്ങൾ പുതിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ആ കാര്യത്തിലേക്ക് വരാം. ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം ആഗോളതലത്തിൽ അമേരിക്കൻ വിദേശ നയത്തിന്റെ രീതിശാസ്ത്രം തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായ സഖ്യകക്ഷികളിൽ നിന്ന് അകന്ന് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്ന രീതി അമേരിക്കയുടെ അന്താരാഷ്ട്ര സ്വാധീനം കുറയ്ക്കാൻ കാരണമായി. ഈ സാഹചര്യത്തിലാണ് ചൈന, റഷ്യ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് പുതിയൊരു ശക്തി ബ്ലോക്ക് രൂപീകരിക്കുന്നത്. ഈ കൂട്ടുകെട്ട് അമേരിക്കയ്ക്കും പാശ്ചാത്യ ലോകത്തിനും ഒരു വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മൂന്ന് രാജ്യങ്ങളും പലപ്പോഴും അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും
നയങ്ങൾക്ക് എതിരാണ് നിന്നിട്ടുള്ളത്. ആ വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് അമേരിക്കയെ ബാധിക്കുക എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സൈനിക സന്തുലിതാവസ്ഥയിലെ മാറ്റമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അതായത് ചൈനയും റഷ്യയും ആധുനിക ആയുധങ്ങൾ വികസിപ്പിക്കുകയും സൈനിക സഹകരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രങ്ങളാണ്. ഉത്തര കൊറിയയുടെ ആണവായുധ പരിപാടികൾക്ക് ഈ രാജ്യങ്ങൾ രഹസ്യമായിട്ടുള്ള പിന്തുണയും നൽകുന്നുണ്ട്. ഇത് ഏഷ്യൻ മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ ബാധിക്കുന്നു. യുഎസും സഖ്യകക്ഷികളും ഈ രാജ്യങ്ങൾക്കെതിരെ പ്രതിരോധ തന്ത്രങ്ങൾ മെച്ചപ്പെടുത്താൻ നിർബന്ധിതരാകുന്നത് ഈ ഘട്ടത്തിലാണ്. മാത്രമല്ല, ഈ കൂട്ടുകെട്ട് ലോകരാജ്യങ്ങളെ രണ്ട് ചേരികളായിട്ട് തിരിക്കാനുള്ള സാധ്യത അവിടെ നിലനിർത്തുന്നുണ്ട്. അതായത് ഒരു ഭാഗത്ത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളും മറുഭാഗത്ത് ചൈന, റഷ്യ, ഉത്തര കൊറിയ എന്നീ സഖ്യവും. ഇത് ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് കൂടുതൽ ദുഷ്കരമാക്കുകയാണ് ചെയ്യുക. ചൈന, റഷ്യ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ അമേരിക്കൻ ഡോളറിന് പകരം അവരുടെ സ്വന്തം കറൻസികളിൽ വ്യാപാരം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളാണ്. ഇത് ഡോളറിന്റെ ആഗോള ആധിപത്യം കുറയ്ക്കാനുള്ള സാധ്യതയും ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ ചൈനയുടെ സാമ്പത്തിക ശക്തി ഉപയോഗിച്ച് ഈ രാജ്യങ്ങൾ പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം ഈ വെല്ലുവിളികളെ കൂടുതൽ സങ്കീർണമാക്കിയെന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. ഈ നയത്തിന്റെ പ്രധാന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തത്, ട്രംപ് ഭരണകൂടം നാറ്റോ, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ പരമ്പരാഗത സഖ്യകക്ഷികളെ ദുർബലപ്പെടുത്തുന്ന നിലപാടുകൾ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് പാശ്ചാത്യ കൂട്ടായ്മയുടെ ഐക്യം വലിയ രീതിയിൽ കുറച്ചു. അമേരിക്കയെ ആശ്രയിക്കാതെ സ്വന്തം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പല യൂറോപ്യൻ രാജ്യങ്ങളും ഇത് പ്രേരിപ്പിച്ചു. ട്രംപ് ഭരണത്തിൽ ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി സഹകരിക്കുന്നതിന് പകരം നേരിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ പാതയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇത് നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സാധ്യത വളരെയധികം കുറച്ചു. അതേസമയം ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഈ അവസരം മുതലെടുത്ത് തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തി. അമേരിക്ക ഫസ്റ്റ് നയം കാരണം അമേരിക്കയ്ക്ക് തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആഗോളതലത്തിൽ പൂർണ്ണ പിന്തുണ ലഭിക്കാതെ വന്നു. ഇത് ചൈനയ്ക്കും റഷ്യയ്ക്കും അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള അവസരമാണ് തുറന്നുകൊടുത്തത്. ചൈന, റഷ്യ, ഉത്തര കൊറിയ കൂട്ടുകെട്ട് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് അമേരിക്കയ്ക്കും പാശ്ചാത്യ ശക്തികൾക്കും ഒരു വലിയ വെല്ലുവിളി ഇന്ന് ഉയർത്തുന്നുമുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങൾ ഈ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുക മാത്രമേ ചെയ്യൂ എന്നാണ് പറയാനുള്ളത്. സഖ്യകക്ഷികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തിയും ബഹുമുഖ നയതന്ത്രത്തിലൂടെയും മാത്രമേ ഈ കൂട്ടുകെട്ടിനെ ഫലപ്രദമായി നേരിടാൻ സാധിക്കുകയുള്ളൂ. അമേരിക്കയുടെ നിലപാടുകൾ ഏകപക്ഷീയമായാൽ അത് പാശ്ചാത്യ ലോകത്തെ ദുർബലപ്പെടുത്തുകയും ഈ പുതിയ കൂട്ടുകെട്ടിന് കൂടുതൽ ശക്തി പകരുകയും ചെയ്യും. ചൈന, റഷ്യ, ഉത്തര കൊറിയ എന്നീ കൂട്ടുകെട്ട് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോൾ അമേരിക്കൻ വിരുദ്ധ സമീപനമുള്ള മറ്റ് രാജ്യങ്ങൾ ഈ സഖ്യത്തിലേക്ക് ചേരാനുള്ള സാധ്യതകളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഓരോ രാജ്യത്തിന്റെയും നിലപാടുകൾ അവരുടെ സാമ്പത്തികവും സൈനികവും നയതന്ത്രപരവുമായ താൽപ്പര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ചൈന, റഷ്യ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് അമേരിക്കയുടെയും അതുപോലെ പാശ്ചാത്യ ശക്തികളുടെയും ആധിപത്യത്തെ ചെറുക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ഈ സാഹചര്യത്തിൽ സമാന ചിന്താഗതിയുള്ള മറ്റ് രാജ്യങ്ങൾ ഈ സഖ്യത്തിലേക്ക് ചേരാനുള്ള സാധ്യത വളരെ വലുതാണ്. ഒന്നാമത്തെ രാജ്യം അതിൽ വേറെ ആരുമല്ല, നമ്മുടെ ഇറാനാണ്. അമേരിക്കയുമായി പതിറ്റാണ്ടുകളായി ശത്രുതയിലുള്ള രാജ്യമാണല്ലോ ഇറാൻ. ആണവ കരാറിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും അമേരിക്കയുടെ ഉപരോധങ്ങളും ഇറാനെ റഷ്യയുമായും അതുപോലെ ചൈനയുമായും അടുപ്പിച്ചിട്ടുണ്ട്. റഷ്യയുമായി ഇറാൻ സൈനിക സഹകരണം വർദ്ധിപ്പിച്ചതും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയണം. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ ഇറാൻ ഒരു പ്രധാന പങ്കാളി തന്നെയാണ്. രണ്ടാമത്തെ രാജ്യം വെനസ്വേലയാണ്. അമേരിക്കയുടെ ഉപരോധങ്ങൾ കാരണം സാമ്പത്തികമായി പ്രതിസന്ധിയിലായ രാജ്യമാണ് വെനസ്വേല. ചൈനയും റഷ്യയും വെനസ്വേലയ്ക്ക് സാമ്പത്തികവും അതുപോലെ തന്നെ സൈനികവുമായിട്ടുള്ള സഹായങ്ങളും പിന്തുണയും നൽകുന്നുണ്ട്. അമേരിക്കൻ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വെനസ്വേല ഈ സഖ്യത്തെ ഒരു വഴിയായി കാണാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ രാഷ്ട്രം സിറിയയാണ്. സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ ഭരണത്തിന് റഷ്യയും ഇറാനും നൽകുന്ന പിന്തുണ വളരെയേറെ നിർണായകമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ പുറത്താക്കപ്പെട്ടു എങ്കിലും സിറിയയ്ക്ക് വലിയ രീതിയിലുള്ള പിന്തുണ ഇവർ നൽകിയിട്ടുണ്ടായിരുന്നു. ആഭ്യന്തര യുദ്ധത്തിൽ റഷ്യയുടെ സൈനിക ഇടപെടലുകൾ സിറിയൻ ഭരണകൂടത്തെ നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി സിറിയ ഈ സഖ്യത്തോട് കൂടുതൽ അടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. നാലാമത്തെ രാഷ്ട്രം ക്യൂബയാണ്. ശീതയുദ്ധകാലം മുതൽ അമേരിക്കയുമായി ശത്രുതയിലുള്ള രാജ്യമാണ് ക്യൂബ എന്ന കാര്യം അറിയാമല്ലോ. റഷ്യയും ക്യൂബയും തമ്മിൽ ശക്തമായ ബന്ധമാണുള്ളത്. സാമ്പത്തിക സഹകരണത്തിലൂടെ ചൈനയും ക്യൂബയുമായി അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങൾ പുതിയ സഖ്യത്തിൽ ചേരുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. അമേരിക്കയുടെ സ്വാധീനം കുറയുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രസക്തമായിട്ട് നമ്മൾ പറയേണ്ടത്. ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മ അമേരിക്കയുടെ ആഗോള സ്വാധീനം കുറയ്ക്കുക തന്നെ ചെയ്യും. ഇത് ലോകശക്തികളുടെ സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റം വരുത്തും. അമേരിക്കൻ ഡോളറിന് പകരം മറ്റ് കറൻസികളിൽ വ്യാപാരം നടത്താനുള്ള നീക്കങ്ങൾ ശക്തിപ്പെടും. ഇത് ആഗോള സാമ്പത്തിക മേഖലയിൽ പുതിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം. റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നതിലൂടെ ഈ രാജ്യങ്ങൾ തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കും. ഇത് തദ്ദേശീയമായ സംഘർഷങ്ങൾക്ക് സാധ്യത കൂട്ടും. ഈ
കൂട്ടായ്മ ഒരു പുതിയ ശീതയുദ്ധത്തിന് വഴി തുറക്കുമോ എന്ന ചോദ്യം വളരെയേറെ പ്രസക്തമാണ് ഈ ഘട്ടത്തിൽ. അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങളെ ഒരുമിപ്പിച്ച് ഒരു പുതിയ ശക്തി ബ്ലോക്ക് രൂപീകരിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇത് ആഗോള രാഷ്ട്രീയത്തെ കൂടുതൽ സങ്കീർണമാക്കുകയും ലോക സമാധാനത്തിന് പുതിയ വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യും. ഈ നീക്കങ്ങൾക്കെതിരെ അമേരിക്കയും സഖ്യകക്ഷികളും എങ്ങനെ പ്രതികരിക്കുമെന്നത് വളരെയേറെ നിർണായകം തന്നെയാണ്. അപ്പോൾ ഈ ബന്ധത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.